ഏകപക്ഷീയമായി അടച്ചുപൂട്ടിയ ഇരിട്ടിയിലെ റഹ്മത്ത് ട്രേഡേഴ്സ് തുറന്ന് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുക, ശമ്പള കുടിശ്ശിക നൽകുക, നിയമപരമായ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന തൊഴിലാളി സമരം സംബന്ധിച്ച് സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ വിശദീകരണ പൊതുയോഗം നടന്നു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് വൈവൈ മത്തായി ഉദ്ഘാടനം ചെയ്തു. ആ സ്ഥാപനം ഇന്ന് മാനേജ് ചെയ്യുന്നത് നേരത്തെ അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള മുഹമ്മദിന്റെ 2 മക്കളാണ്, ചേട്ടനും അനുജനും. ചെറുപ്പക്കാരാണ്, ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്. അതുപോലെ തന്നെ ബിസിനസ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് ആധികാരികമായി അറിയുന്ന ആളുകളാണ്. അവരുടെ കീഴിൽ അവരുടെ ഉപ്പയുള്ള കാലം മുതലേ ജോലി ചെയ്തിരുന്ന 7 തൊഴിലാളികളാണ് ആ സ്ഥാപനത്തിലെ ജീവനാഡികളായി റഹ്മത്ത് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ആർടി എന്ന സ്ഥാപനത്തെ നമ്മുടെ ഈ നാട്ടിൻ പ്രദേശത്ത് ഇരിട്ടി പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര സ്ഥാപനം എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ആറളം, അയ്യങ്കുന്ന്, പായം, ഒളിക്കൽ, അതുപോലെ തന്നെ കീഴൂർച്ചാവശ്ശേരി, മുഴക്കുന്ന്, പേരാവൂര്, കേളകം, പയ്യാവൂര്, ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം ഈ സ്ഥാപനത്തിൽ നിന്ന് ഫലവ്യഞ്ജനങ്ങൾ വാങ്ങി ചെറുകിട കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ കച്ചവടം നടത്തി. ആ കച്ചവടത്തിന്റെ ഫലമായിട്ട് ഈ സ്ഥാപനം ഇരിട്ടി പട്ടണത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാരം നടക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഒരു ഘട്ടത്തിൽ വളർന്നു വന്നു. ആ വളർന്നു വന്ന ഘട്ടത്തിലെല്ലാം ഇന്ന് ജോലി നിഷേധിക്കപ്പെട്ട, കൂലി നിഷേധിക്കപ്പെട്ട ഈ 7 തൊഴിലാളികൾ തന്നെയായിരുന്നു അന്നും ഈ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട ജോലിക്കാർ. സമരസമിതി കൺവീനർ KJ സജീവൻ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി ES സത്യൻ, ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി രാകേഷ്, PP അശോകൻ, NI സുകുമാരൻ, VB ഷാജു, K വിജയൻ, P ചന്ദ്രൻ, KC സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.